ഇവരുടെ ഈ മൃതദേഹങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടിരുന്നു, ഈ തലയൊക്കെ തുറന്നു പോകുന്ന രീതിയിലുള്ള വെടി അതെങ്ങനെയാണ് സംഭവം? ഹെഡ് ഷോട്ട്സ് പിന്നെ ഏത് റൈഫിളൊക്കെ ആയിരിക്കും? അങ്ങനെ ഒരു AK ആയിരിക്കും? അല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് പല പാരാസഫാണ്, ടവർ, ഹെക്ലർ ആൻഡ് കോഷ്, ട്രെവോർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ആയുധങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ തല തുറന്നു പോകുന്ന രീതിയിലുള്ള തല തുറന്നു പോകുന്നത് പറഞ്ഞാൽ അത് ബസ് ഷോട്ട് ആയിരിക്കുമോ? അല്ല, ഒറ്റ ഷോട്ട് മതി അത് തല തകർന്നു പോകാനായിട്ട്. അതായത് ഒരു ആദ്യത്തെ ആ ഫോട്ടോ കണ്ടതല്ലേ, അതായത് ബുള്ളറ്റ് എൻ്റർ ചെയ്യുന്നത് മുഖത്തിന്റെ ഫ്രണ്ടിൽ കൂടെയും തുറന്നു പോയിരിക്കുന്ന മുഴുവൻ ബാക്കിൽ കൂടെയാണ്. അതായത് ഒരു ബുള്ളറ്റ് ഒരു ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അത് സ്പിൻ ചെയ്താൽ കയറി പോകുന്നത്. അകത്ത് ചെന്നിട്ടാണ് ഈ സാധനം വേറൊരു സെക്കൻഡറി പൊട്ടിത്തെറി ഉണ്ടാകും. ഇത് ചുമ്മാ തുളച്ച് കയറി പോകുന്ന, അതായത് ഒരു ബുള്ളറ്റ് ശരീരത്തിൽ കയറി ഇറങ്ങി പോകുന്നത് ഒരു കമ്പി കയറി പോകുന്ന പോലെ അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ഈ ബുള്ളറ്റ് നല്ല സ്പീഡിൽ വരികയും ആ സ്പീഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും കാറ്റ് പിടിച്ച് പോകാതിരിക്കാനായിട്ട് എല്ലാ തോക്കിന്റെ അകത്തൊരു പൊഴി ഇട്ടിട്ടുണ്ട്. ആ പൊഴി വെച്ചിട്ട് ബുള്ളറ്റ് തിരിയും, നല്ലപോലെ തിരിഞ്ഞ് നല്ല ഒരു പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടാണ് ഈ ബുള്ളറ്റ് നല്ല സ്പീഡിൽ പോകുന്നത്. ആ സാധനം അകത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഈ കറക്കം കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ ഒരു മിക്സിക്ക് അകത്തോട്ട് ഓരോ സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അടിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. പ്രത്യേകിച്ചും റൈഫിൾ കാറ്റഗറിയിലുള്ള, അതായത് വലിയ കാലിബർ ഉള്ള ബുള്ളറ്റുകളുടെ കാര്യം പറഞ്ഞാൽ അതൊരുമാതിരി മിക്സിക്കകത്ത് സാധനം ഇട്ട് അടിക്കുന്ന പോലെ ചുറ്റുവട്ടത്തുള്ള സർവ്വ സാധനം പിടിച്ച് കറക്കി ജ്യൂസ് അടിച്ചിട്ടാണ് ഈ സാധനം പുറത്തോട്ടിറങ്ങി പോകുന്നത്. തലയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ പറയേണ്ട ആവശ്യമില്ല.